everyone, welcome back to the channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്നൊരു ഹെയർ പാക്കായിട്ട് വന്നിരിക്കുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം മുടിക്ക് എത്ര 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 ഗുണകരമാണ് എന്നുള്ളത് അല്ലേ. മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി വളരാനും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനും നമ്മൾ കഞ്ഞിവെള്ളം അടിപൊളിയാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഇന്ന് അതിലും അടിപൊളിയായ മറ്റൊരു സാധനം കൂടി നമ്മൾ ചേർത്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ കാണാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളമാണ്. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി വച്ച ശേഷം പിറ്റേ ദിവസമാണ് ഉപയോഗിക്കേണ്ടത്. കഞ്ഞിവെള്ളത്തിലോട്ട് ഞാൻ മുളപ്പിച്ച പയർ ഞാൻ ആഡ് ചെയ്യാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ സാധാ പയർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ മുളപ്പിച്ച പയറിന് കുറച്ചുകൂടി ഗുണങ്ങൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് പയർ മുളപ്പിക്കുന്നതെന്ന് അറിയാം. പയർ ഒരു ദിവസം വെള്ളത്തിലിടുക, പിറ്റേ ദിവസം ഒരു തുണിയുടെ ഉള്ളിൽ കെട്ടിയിട്ടിട്ട് 2 ദിവസം അങ്ങനെ വയ്ക്കുക. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അതിൽ നിന്നും മുള വന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ മുളപ്പിച്ച പയർ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് കഞ്ഞിവെള്ളവും മുളപ്പിച്ച പയറും കൂടി ഞാൻ മിക്സിയിലിട്ട് അരച്ച് നല്ലൊരു ലിക്വിഡ് ഫോമിലോട്ട് ഞാൻ ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിനെ അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പയറിൻ്റെ തരി നമ്മുടെ തലയിലിരിക്കുകയും പൊടി പോലെ കാണുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇത് അരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഞ്ഞിവെള്ളവും മുളപ്പിച്ച ചെറുപയറിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുകൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ മുടി നന്നായിട്ട് വിടുത്തിയെടുക്കുക. ജടയില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി വിടുത്തുകയാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ പോവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡ് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് വെള്ളം പോലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മുടിയിലോട്ടും സ്കാൽപ്പിലോട്ടും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒന്നെങ്കിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതായത് കൂടെ മേത്തക്കടൊക്കെ നമ്മൾ ഒലിക്കുകയും അതുപോലെ തന്നെ താഴെ ഫ്ലോറിൽ വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ബാത്റൂമിൽ ചെയ്യുക, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് വച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലും എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്കറിയുന്നതാണ്. ഇത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ pH ലെവൽ ബാലൻസ് ചെയ്യാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു ഡ്രൈ ഹെയർ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അല്പം ഏതെങ്കിലും ഒരു എണ്ണ, കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ നിങ്ങൾ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് കുറച്ച് നല്ലതാണ്. കാരണം നമ്മൾ ഡ്രൈ ഹെയർ ആണെങ്കിൽ കഞ്ഞിവെള്ളം മുടിനെ കുറച്ചും കൂടി ഡ്രൈ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ, ഏതെങ്കിലും ഒരു എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറുപയറിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചെറുപയർ പൊടി നമ്മൾ സോപ്പിന് പകരമായിട്ടും അതുപോലെ തന്നെ ഷാമ്പൂവിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാട്ടോ. ഇത് നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ ഈ മുളപ്പിച്ച പയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുൾ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഫൈബറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിനെ ക്ലീൻ ആക്കി വയ്ക്കാനും ഡെഡ് സ്കിൻസുകൾ ബിൽഡപ്പ് ചെയ്യാതിരിക്കാനും ഇത് വളരെയധികം സഹായിക്കും. കൂടാതെ മുടി വളരാനും മുടി പൊട്ടിപ്പോകൽ തടയാനും ഇത് വളരെയധികം സഹായിക്കും കേട്ടോ. കൂടാതെ ഈ ഒരു ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഈ പയറിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ മുടിയെ നന്നായിട്ട് നറിഷ് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ തലയിൽ പുരട്ടുന്നത് മാത്രമല്ല, നമ്മൾ ചെറുപയർ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. കാരണം മുടി വളരുന്നത് ഉള്ളിൽ നിന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളിലും നമ്മൾ മുടിക്ക് വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചെറുപയറിൻ്റെ തോരൻ അതുപോലെ തന്നെ മുളപ്പിച്ച പയർ കഴിക്കുന്നതെല്ലാം മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കും. മുടി വളരാനായിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ട് അതിൽ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള മുടി നമുക്ക് ഉണ്ടാകുന്നതാണ്. ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ് വച്ച ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഷാമ്പു ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നുമില്ല.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി വളരാനായിട്ട് ഏറ്റവും അടിപൊളി ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ, ടേക്ക് കെയർ.